DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രവീൺകുമാർ, ഷാഫി പറമ്പിൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ അഭിലാഷിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നത്. അഭിലാഷ് നേരത്തെ നടപടി നേരിടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തതാണ് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ സർവീസിലേക്ക് തിരികെ എത്തി. അതെങ്ങനെയാകാം എന്നാണ്. കാരണം വെറുതെയൊന്നുമല്ലല്ലോ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയല്ല, പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേവലമായൊരു നടപടിയല്ല. വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഒരു തരത്തിലും സേനയിൽ തുടരാൻ അർഹനല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാളെ ആയിരിക്കുമല്ലോ പിരിച്ചുവിടുന്നത്. അയാൾക്ക് എങ്ങനെ തിരികെ കയറാൻ സാധിച്ചു? അയാൾ എങ്ങനെ ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പാർട്ടി കരുതുന്നത്? ഇതിനകത്ത് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത് അദ്ദേഹത്തിനെ അടിച്ച പോലീസുകാരന്റെ അക്രമമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത പോലീസുകാരന്റെ ദൃശ്യങ്ങൾ സഹിതമാണ്. അതേപോലെ ഗൗരവകരമായ കാര്യമാണ് ഒരു ബോൺ ക്രിമിനൽ ആയ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ സർവീസ് നീക്കം ചെയ്തത്. ആ ബോൺ ക്രിമിനൽ ആണെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ തിരിച്ചെത്തി, എപ്പോൾ തിരിച്ചെത്തി? വലിയൊരു ചോദ്യമല്ലേ. അങ്ങനെയുള്ളൊരു ബോൺ ക്രിമിനൽ ഉത്തരവാദിത്തപ്പെട്ടൊരു MP-യെ 3 തവണ തല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൽ 2 തവണ തല്ലുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നുണ്ട്. ഒന്ന്, ഒരു പ്രകോപനവുമില്ലാതെ ഇദ്ദേഹം തല്ലിയതെന്തിന്? 2, AI ടൂൾ ഉപയോഗിച്ച് SP കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ യഥാർത്ഥ ദൃശ്യങ്ങൾ MP പുറത്തുവിട്ടപ്പോൾ എന്ത് നടപടി പോലീസ് സ്വീകരിക്കും? മൂന്നാമതാണ് വളരെ പ്രധാനപ്പെട്ടത്, സർവീസ് സസ്പെൻഡ് ചെയ്തല്ല, ഡിസ്മിസ് ചെയ്യുക. ഡിസ്മിസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് വലിയ ഒഫൻസ് വേണം. അതൊരു ബോൺ ക്രിമിനൽസിനാണ് പിരിച്ചുവിടുക. അങ്ങനെ ഒരു ബോൺ ക്രിമിനലായി പിരിച്ചുവിട്ടയാൾ എങ്ങനെ സർവീസ് തിരിച്ചെത്തി, എപ്പോഴെത്തി? ഈ കാര്യത്തിന് കേരളീയ സമൂഹം ഉത്തരം കാത്തു നിൽക്കുന്നുണ്ട്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ എത്ര ബോൺ ക്രിമിനലുകൾ തിരിച്ച് സേനയിൽ എത്തിയിട്ടുണ്ടെന്നും സേനയ്ക്കകത്ത് ഇത്തരം ക്രിമിനൽ എത്രയുണ്ടെന്നും അറിയാൻ കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ്. ഇത് അപകടകരമല്ലേ? നിങ്ങൾ ആലോചിച്ച് സമാധാന സമരവുമായി പോകുമ്പോൾ ഇത്തരം ബോൺ ക്രിമിനൽ നേരിടാൻ വന്നുണ്ടാവുന്ന ദുരന്തമല്ലേ ഇവിടെ കണ്ടത്? ഇതിലിപ്പോൾ നിയമപരമായി ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ വിവരാവകാശ നിയമപ്രകാരമടക്കം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്? ഗൗരവം വർദ്ധിപ്പിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ അപേക്ഷ നൽകിയിട്ടും പോലീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുടെ വിശദവിവരങ്ങൾ ആ ഓഫീസിൽ ഇല്ല എന്ന മറുപടി ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വളരെ ഗൗരവപ്പെട്ടതല്ലേ ഇത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ മാത്രം പോരാ, എങ്ങനെയൊക്കെ വന്നു എന്ന് കൂടി തെളിയിക്കണം. ഇതിലിപ്പോൾ നിയമപരമായ നടപടികളിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്നുണ്ടോ? നിയമപരമായ നടപടികൾ നിർബന്ധമായും വേണം. ഇതിനെതിരെയുള്ള രാഷ്ട്രീയപരവും നിയമപരമായ നടപടികൾ നിർബന്ധമായും വേണം. ഇതിനെതിരെയുള്ള രാഷ്ട്രീയപരവും നിയമപരമായ നീക്കങ്ങൾ പോകും. ഞങ്ങളുടെ പ്രതിനിധി അനീഷ് അവിടെ തുടരുന്നുണ്ട്. ഏതായാലും അതായത് ഇതിന്റെ അകത്ത് എന്ത് നടപടി വേണമെന്നുള്ളത് ഞങ്ങൾ ആധികാരികമായി ആവശ്യപ്പെടും. ഇന്നത്തെ UDF യോഗം കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള വ്യക്തമായ ആവശ്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. വളരെ ഗൗരവമുള്ള കാര്യമാണിത്. ബോണ്ട് ക്രിമിനൽ എന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തി പോലീസ് സേനയ്ക്ക് ഒരാൾ തിരിച്ചെത്തിയിരിക്കുന്നു. ആ ആൾ എപ്പോൾ തിരിച്ചെത്തി എന്നുള്ളതിന്റെ യാതൊരുവിധ അറിയിപ്പും കേരളീയ സമൂഹത്തിന് മുമ്പിലില്ല. അദ്ദേഹം MP-യെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ഈ കുറ്റങ്ങളൊക്കെ തന്നെ ഒരിക്കൽ പോലും കേരളത്തിലെ പോലീസ് സേനയ്ക്ക് യോജിക്കാത്തതാണ്. ഈ ബോണ്ട് ക്രിമിനൽ എങ്ങനെ സേനയിലേക്ക് തിരിച്ചെത്തി, അദ്ദേഹം എന്തിന് MP-യെ ഉന്നം വെച്ചടിച്ചു എന്നീ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയിപ്പിച്ചിട്ട് UDF-ഉം കോൺഗ്രസും വെറുതെ ഇരിക്കുകയുള്ളൂ എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു. എന്തു വേണം, എന്താണ് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഇന്ന് കൂടുന്ന UDF യോഗത്തിന് ശേഷം ഞങ്ങൾ ആവശ്യപ്പെടും. തിരുവനന്തപുരത്ത് ഡ്യൂട്ടിയിലിരിക്കെയാണ് ഇദ്ദേഹം നടപടി നേരിടുന്നത്. അത് ഗുണ്ടാബന്ധത്തിന്റെ പേരിലാണ്. പോക്സോ കേസ് അടക്കം അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ തിരികെ എടുത്ത് അത് വടകര പോലെയുള്ള ഒരു പ്രദേശത്ത് നിയമിക്കണമെങ്കിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രവീൺകുമാർ? കൃത്യമായ ലക്ഷ്യമുണ്ടെന്ന് മാത്രമല്ല, വടകരയിൽ മാത്രമല്ല എവിടെയൊക്കെ ഇത്തരം ഗുണ്ടകളെ നിയമിച്ചിട്ടുണ്ട് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം ബോണ്ട് ക്രിമിനലുകളെ ഏറ്റവും പൊളിറ്റിക്കലി സെൻസിറ്റീവായ സ്ഥലങ്ങൾ നിയമിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷൻ ഉണ്ട്.
ആ പൊളിറ്റിക്കൽ ഇന്റൻഷൻ പ്രകാരം ഇത്തരം ആളുകളെ എവിടെയൊക്കെ നിയമിച്ചിട്ടുണ്ടാവുമെന്ന് കണ്ടെത്തണം. മാത്രമല്ല, കൺട്രോൾ റൂമിലെ CIനെ എന്തിന് അന്ന് അങ്ങോട്ട് വരുത്തി എന്നുള്ളതും ഇവിടെ ചോദ്യമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഗുണ്ടകളെ, ക്രിമിനലുകളെ പോലീസ് സേനയിൽ വിന്യസിപ്പിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടുവാനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. യെസ്, അതായത് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട വകുപ്പിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ്. ആ വകുപ്പാണ് ഈ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥനെ 2023 പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ സംശയം വേണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ തിരികെ കയറിയിട്ടുള്ളത്. ഒന്നുകിൽ ആ വകുപ്പിന്റെ പ്രവർത്തനത്തിൽ തെറ്റായ കണ്ടെത്തലിലേക്ക് പോകേണ്ടി വന്നു എന്ന് ആഭ്യന്തര വകുപ്പിന് സമ്മതിക്കേണ്ടി വരുന്നു. അതല്ല എങ്കിൽ പിഴവുകൾ വരുത്തുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു സർക്കാർ എന്നുള്ളതാണ്. രണ്ടായാലും അവിടെ വീഴ്ച ഉറപ്പല്ലേ ശ്രീ പ്രവീൺ കുമാർ? ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് പിഴവ് നടത്തിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ ഒന്ന്, രണ്ടാമത് ഗുണ്ടകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം. ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഇത് ഗുണ്ടയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ബോൺ ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സേനയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് എടുത്ത ആസൂത്രിതമായ ഒരു തീരുമാനമാണ് ഇത്തരം ആളുകളുടെ തിരിച്ചുവരവ്, സേനയിലുള്ള തിരിച്ചുവരവും പുനർനിയമനവും എന്നാണ് ഞങ്ങൾ പറയുന്നത്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ വലിയ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അതായത് എങ്ങനെയാണ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഷാഫി പറമ്പിലിനെ പോലെ ഒരു MP തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളടക്കമാണ് ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഷാഫി പറമ്പിൽ മാറുമ്പോൾ ആ പ്രദേശത്തേക്ക് തന്നെ ഈ പോലീസുകാരൻ എത്തുന്നുവെങ്കിൽ അത് കേവലമായ ഒരു യാദൃച്ഛികതയായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. വളരെ കൃത്യമായി തെരഞ്ഞു പിടിച്ച് ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുമ്പോൾ അതൊരു ആക്രമണ സ്വഭാവത്തിനപ്പുറത്തേക്ക് ഒരു കൊലപാതക ശ്രമത്തിലേക്ക് പോലും പോകുന്നു എന്ന വിമർശനം പോലീസ് സേനയെ തന്നെ നേരത്തെ സേവനമനുഷ്ഠിച്ചവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായ ചോദ്യങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തീർച്ചയായും ആഭ്യന്തര വകുപ്പിന് ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടതായി വരും മണിക്കൂറുകളിൽ.